നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരാണോ? നിങ്ങൾ ഇന്ത്യയിൽ ഒരു ഫ്ലാറ്റ് ഓൺ ചെയ്യുന്നുണ്ടോ? അതിൻ്റെ റെൻറ്റ് എല്ലാ മാസവും നിങ്ങളുടെ NRO ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടോ? നിങ്ങൾ എല്ലാ മാസവും നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞാൻ ഒരു NRI അല്ലേ, എനിക്ക് ടാക്സ് ബാധകമല്ല. എങ്കിലത് തെറ്റാണ്. സോ ഹായ് ഓൾ, വെൽക്കം ടു ടാക്സ് ടെയിൽസ് ബൈ SES, where we simplify taxes. ഇന്നത്തെ വീഡിയോയിൽ NRIകളുടെ ഏറ്റവും വലിയ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡു NRIs നീഡ് ടു പേ ടാക്സസ് ഇൻ ഇന്ത്യ? അതായത് NRIകൾക്ക് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ലയോ? അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. വളരെ സിമ്പിളായിട്ടും റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സോ ആസ് യൂഷ്വൽ, let's start with the basics. Who is an NRI to Income Tax Department in India? നിങ്ങൾ വിദേശത്ത് താമസിച്ചെന്ന് കരുതി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ NRI ആയിക്കണമെന്നില്ല. സോ യു ആർ ഒഫീഷ്യലി ട്രീറ്റഡ് ആസ് എൻ NRI ഇഫ് നിങ്ങളൊരു സാമ്പത്തിക വർഷത്തിൽ 182 ദിവസമോ അതിൽ മുകളിലോ ഇന്ത്യക്ക് പുറത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു NRI ആണ്. അല്ലെങ്കിൽ നിങ്ങൾ വർഷത്തിൽ 60 ദിവസത്തിൽ താഴെയും 4 വർഷത്തിൽ മൊത്തം 365 ദിവസത്തിന് താഴെയുമാണ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു NRI ആയി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വരുന്ന അടുത്ത ചോദ്യമാണ്, വാട്ട് എക്സാക്ട്ലി ഈസ് ടാക്സബിൾ ഫോർ NRIs? എന്താണ് NRIസിന് ടാക്സബിൾ ആയിട്ടുള്ള വരുന്നത്? നമുക്ക് ആദ്യമേ എന്തൊക്കെ ടാക്സബിളായിട്ട് വരുന്നില്ല എന്നുള്ളത് ആദ്യമേ നമുക്ക് നോക്കാം. നിങ്ങൾ വിദേശത്ത് നിന്ന് ഏൺ ചെയ്യുന്ന സാലറി, നിങ്ങൾക്ക് ബിസിനസ്സിൽ വരുന്ന ഇൻകം, ഇതൊന്നും ഇന്ത്യയിൽ ടാക്സബിൾ അല്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ NRI അക്കൗണ്ടിൽ നിങ്ങൾ പുറത്തുനിന്ന് അയച്ച ഫണ്ടുകളുടെ FDO, സേവിങ്സിൻ്റെ ഇൻട്രസ്റ്റുകളും ടാക്സ് ഫ്രീ ആണ്. ഇനി നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നിങ്ങളൊരു NRI ആണ്, നിങ്ങൾക്ക് നാട്ടിലൊരു റെൻറ്റഡ് ഹൗസോ റെൻറ്റഡ് ഫ്ലാറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം ടാക്സബിൾ ആണ്. അതേപോലെ ഇൻട്രസ്റ്റ് ഫ്രം NRO അക്കൗണ്ട്സ്, നമുക്ക് NRE അക്കൗണ്ടും NRO അക്കൗണ്ട്സും ഉണ്ട്. NRO അക്കൗണ്ട്സിൽ വരുന്ന ഫണ്ടുകളുടെ ഇൻട്രസ്റ്റിന് ടാക്സബിലിറ്റി വരും. അതേപോലെ ക്യാപിറ്റൽ ഗെയിൻ, ഡിവിഡൻസ്, ഫ്രീലാൻസ് ഇൻകം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ യൂട്യൂബ് ഏണിങ്സ് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ വരെ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്കത് ടാക്സബിളാണ്. സോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ലെറ്റ്സ് നിങ്ങൾ വിദേശത്ത്, അതായത് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നാട്ടിലൊരു ഫ്ലാറ്റ് ഉണ്ട്, നിങ്ങളത് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. ലെറ്റ്സ് അത് റെൻറ്റ് ഈസ് അറൗണ്ട് 40,000 എന്ന് വിചാരിക്കുക. അപ്പം ഈ വരുന്ന മന്ത്ലി റെൻറ്റ് ആക്ച്വലി ഇൻകം ഏൺഡ് ഫ്രം ഇന്ത്യ ആണ്. അപ്പോൾ അത് ടാക്സബിളാണ്. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് NRIs ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങൾക്കാണ് ഇൻകം ടാക്സ് റിട്ടേൺ NRIകൾക്ക് ഫയൽ ചെയ്യേണ്ടത്. അതായത് നമുക്ക് അതിൽ ആദ്യത്തേത്, നമുക്ക് ഇന്ത്യയിൽ 2.5 ലക്ഷത്തിന് മുകളിൽ വരുമാനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അതേപോലെ നിങ്ങളുടെ TDS എന്തെങ്കിലും ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ടായിട്ട് ക്ലെയിം ചെയ്യാൻ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിവിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെൻ്റൽ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള എന്തെങ്കിലും പണം നിങ്ങളുടെ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യകത വരുന്നുണ്ട്. എപ്പോഴും നിങ്ങളൊരു ചെറിയ വരുമാനമാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ട്രാക്കിനെ വളരെ ക്ലീനായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ ITRനെ ഒരു ഡിജിറ്റൽ പ്രൂഫായിട്ട് കണക്കാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് NRIs ചെയ്യുന്ന ചില കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് വാടകയോ എന്തെങ്കിലും ലാഭവിഹിതമോ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പഴയ റെസിഡൻ്റ് അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുന്ന ഒരു ശീലം പല NRIകൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ തെറ്റാണ്. നമ്മൾ NRI ആണെങ്കിൽ ഒരിക്കലും നമ്മളൊരു റെസിഡൻ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല.
അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഇൻകമോ ഡിവിഡൻസോ വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഡിക്ലെയർ ചെയ്യാതിരിക്കുന്നത് വളരെ തെറ്റാണ്. നമ്മളെപ്പോഴും അത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അതേപോലെ തന്നെയാണ് NREയും NRO അക്കൗണ്ടും സെയിം ആയിട്ട് കരുതുന്നത്. അതിൻ്റെ ഫണ്ട്സ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. NRE അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻകത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫോറിൻ ഫണ്ട് ട്രാൻസ്ഫർ. NRO ഇൻകം നമുക്ക് ഇന്ത്യൻ ഇൻകം അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. സോ അത് നമ്മൾ വളരെ ക്ലീനായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു റീക്യാപ്പ് നോക്കാം. എങ്ങനെയാണ് ഒരാൾക്ക് NRI സ്റ്റാറ്റസ് ലഭിക്കുന്നത്, എന്തൊക്കെ ഇൻകമാണ് ടാക്സബിൾ, എന്തൊക്കെയാണ് ടാക്സബിൾ അല്ലാത്തത്, എങ്ങനെയാണത് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ള വീഡിയോയിൽ NRIs എങ്ങനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, TDS എങ്ങനെയാണ് റീഫണ്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ പ്ലീസ് follow Tax Tales by ACS on all social media platforms. Thank you.